ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ വലിയ കൃത്രിമം നടന്നു. അനർഹരായ പല ആളുകളെയും ബി ജെ പിക്കാർ അതിൽ കുത്തിത്തിരികെ അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്നൊരു ആരോപണം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ആ വിഷയം ഈ പ്ലാറ്റ്ഫോമിലടക്കം ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ആദ്യത്തെ വ്യക്തി നമ്മുടെ CPI നേതാവും തൃശ്ശൂർ മണ്ഡലത്തിലെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയും മുൻ സംസ്ഥാന മന്ത്രിയുമായ VS സുനിൽകുമാർ. സുനിൽകുമാർ പറഞ്ഞത് ബാംഗ്ലൂരിനെ ഉദാഹരിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞെങ്കിലും അത് തൃശ്ശൂർ മണ്ഡലത്തിലും തുല്യ നിലയിൽ ബാധകമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണെങ്കിൽ തൃശ്ശൂരിന് തൊട്ടടുത്തുള്ള ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് BJPക്കാരും BJP അനുഭാവികളും BJPക്ക് വോട്ട് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ട് എന്നവർ വിചാരിക്കുന്നവരുമായ ഒരുപാട് ആളുകളുടെ പേരുകൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വോട്ടർ പട്ടികയിൽ കുത്തിച്ചെലുത്തി. അത് ഫൈനൽ വോട്ടർ പട്ടികയിൽ വന്നു. ആ ആളുകളെ മുഴുവനും BJPക്കാർ തെരഞ്ഞെടുപ്പ് ദിവസം അതാത് സ്ഥലത്ത് നിന്ന് ചാലക്കുടിയിൽ നിന്നാവാം, ആലത്തൂരിൽ നിന്നാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്നാവാം, അവിടെ നിന്ന് കൊണ്ടുവന്ന് അവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ചു. അതിൻ്റെ ഫലമായിട്ട് BJPയുടെ വോട്ട് ക്രമാതീതമായി വർദ്ധിച്ചു. അതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്നാണ് ഈ ആരോപണവും ഇവിടെ ഒരു ചർച്ചാ വിഷയമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാധുത, അതിൻ്റെ ഒരു സാധ്യത എന്തുമാത്രം ഉണ്ട് എന്ന കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സുനിൽകുമാർ പറഞ്ഞ കാര്യം ഒരു പരിധി വരെ ശരിയാണ്. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് കുറച്ചധികം ആളുകളെ BJPക്കാർ വോട്ടർ പട്ടികയിൽ ചേർപ്പിച്ചിട്ടുണ്ട്. അവരിൽ പലരും തൃശ്ശൂരിൽ സ്ഥിരതാമസക്കാരല്ല, സമീപ പ്രദേശങ്ങളിലുള്ളവരാണ്. അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തു. അവർ വോട്ട് ചെയ്തു. ആ വോട്ടുകൾ സ്വാഭാവികമായിട്ടും അതിൽ 99% വോട്ടും സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത വർദ്ധിച്ചു എന്നുള്ളതാണ്. അതിൽ വലിയ സത്യമുണ്ട്. എന്ന് മാത്രമല്ല, എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യം പറയാം. ഈ ചില ആളുകൾക്ക് സ്വന്തം വീട്ടിൽ വോട്ടുണ്ടാവും, ഭാര്യ വീട്ടിൽ വോട്ടുണ്ടാവും. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർ തൃശ്ശൂർ മണ്ഡലത്തിൽ ജനിച്ച ഒരു സ്ത്രീ ചാലക്കുടി മണ്ഡലത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആലത്തൂർ മണ്ഡലത്തിൽ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർ ജനിച്ച വീട്ടിൽ വോട്ടർ പട്ടികയിൽ അവർ ആ സ്ഥലത്ത് വോട്ടുണ്ടാവും, ഭർത്താവിൻ്റെ വീട്ടിൽ വോട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ പൂർവാശ്രമത്തിൽ മടങ്ങി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സുരേഷ് ഗോപിക്ക് വേണ്ടി വലിയ ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. ഇനി എന്നോട് പാർട്ടിക്കാരനായ ഒരു സഖാവ് പറഞ്ഞ കാര്യം പറയാം. അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് കുടുംബക്കാരനാണ്, ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരനും അവിടുത്തെ വോട്ടറുമാണ്. പുള്ളിയുടെ ഭാര്യ വീട് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട പുതുക്കാട്ടാണ്. ഭാര്യയുടെ വോട്ട് പുതുക്കാട്ടുമുണ്ട്, ചാലക്കുടിയിലുമുണ്ട്. ഭാര്യ ഞാൻ സുനിച്ചേട്ടന് വോട്ട് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി. തിരിച്ചു വന്നിട്ട് ഞാൻ സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്തത് എന്ന് ഭർത്താവിനോട് പറയുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ ഒട്ടനവധി സ്ത്രീകൾ ഈ ഭർത്താക്കന്മാരുടെ താല്പര്യപ്രകാരമോ ഭർത്താക്കന്മാരുടെ താല്പര്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടോ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെയുള്ള സ്ത്രീകളും ഗണ്യമായ രീതിയിൽ ഈ പറഞ്ഞ മാതിരി വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഗുരുവായൂർ മണ്ഡലത്തിലും ചെയ്തിട്ടുണ്ട്, നാട്ടിക മണ്ഡലത്തിലും ചെയ്തിട്ടുണ്ട്, അത് ഒല്ലൂർ മണ്ഡലത്തിലും ചെയ്തിട്ടുണ്ട്, പുതുക്കാട്ടും ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ ടൗണിലും ചെയ്തിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുണ്ട്, മണലൂരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾക്ക് സുരേഷ് ഗോപിയോട് വലിയ ആരാധനയും ബഹുമാനമൊക്കെ ഉണ്ട്. അതേ ഒരു വലിയ സിനിമാ നടൻ എന്നുള്ള രീതിയിലുള്ള ആരാധനയുണ്ട്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന രീതിയിലുമുണ്ട്, ജനനേതാവ് എന്ന രീതിയിലുമുണ്ട്. ഈ സ്ത്രീകളുടെ വോട്ടാണ് സത്യത്തിൽ സുനിൽകുമാറിൻ്റെ കണക്കൂട്ടിൽ തെറ്റിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ പോലും സുരേഷ് ഗോപിക്ക് ലീഡ് നേടിക്കൊടുത്തു. പിന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് ചില ബേണിംഗ് ഇഷ്യൂസ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കാണ്. ഞാൻ പലതവണ പറഞ്ഞാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് അല്ലെങ്കിൽ സുനിൽകുമാറിനെ തോൽപ്പിച്ച് യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരം കലങ്ങിയതല്ല. പൂരം കലങ്ങിയത് ടൗണിലോ പരിസരത്തുള്ള കുറച്ച് പൂരപ്രേമികളുടെ ഇടയിൽ ഒരു വിപരീത വികാരം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അട്ടിമറി സംഭവിച്ചത് കരുവന്നൂർ ബാങ്കിനെ ചൊല്ലിയിട്ടാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ പ്രാമുഖ്യമുള്ള ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ. ഇരിങ്ങാലക്കുടയിൽ സുനിൽ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു.
അത് വോട്ടർ പട്ടികയിൽ പുതിയ ആളുകളെ ചേർത്തുകൊണ്ടല്ല, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കലങ്ങിക്കൊണ്ടല്ല, സുരേഷ് ഗോപി സിനിമാ ഗ്ലാമർ കൊണ്ടുമല്ല, മറിച്ച് ഈ കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലുണ്ടായ വലിയ വിപ്രതിപത്തി ഇടതുപക്ഷക്കാരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായി. ഈ കുറ്റവാളികളെയൊക്കെ പാർട്ടി സംരക്ഷിക്കും. അതിലുപരി ഇതേക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റിൻ്റെ അന്വേഷണം വന്നപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നു. സാമ്രാജ്യത്വം, ഫാസിസം എന്ന് പറഞ്ഞ് നാട്ടിൽ വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തി ഇവരെ അപലപിച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ വെറും പൊട്ടന്മാരൊന്നുമല്ലല്ലോ. അവർ സംഘടിച്ച് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിന് പണി കൊടുത്തു. പിന്നെ മാത്രമല്ല, സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും എന്നുള്ള ഏതാണ്ട് ഉറപ്പായിരുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രി ആവുകയും ചെയ്തു. അപ്പോൾ തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ അതുവരെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകട്ടെ എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മെത്രാന്മാരുടെ അടക്കം സഹായവും സഹകരണവും ഉണ്ടായിരുന്നു. ലൂർദ് മാതാവിന് കിരീടം വച്ചതും, അതുപോലെ പള്ളിയിലും എഴുതി കത്തിച്ചതും, ക്രിസ്തീയ ഭക്തിഗാനം പാടിയതൊന്നും വെറുതെ ആയില്ല. അതെല്ലാം വോട്ടായിട്ട് യന്ത്രത്തിൽ പതിഞ്ഞു. അങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത്. സുരേഷ് ഗോപി ജയിക്കുന്നതിന് കാരണമായി തീർന്ന പല ഘടകങ്ങളിൽ ഒരു ഘടകമാണ് ഈ BJPക്കാർ കൂടുതലായിട്ട് വോട്ടർമാരെ ചേർത്തു എന്നുള്ളത്. അതുകൂടാതെയും അദ്ദേഹത്തിന് അനുകൂലമായ പല ഘടകങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതിയും തട്ടിപ്പുമായിരുന്നു. ഈ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു, അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. ഇനിയും ഇത് പറഞ്ഞ് കൊതിക്കറിവ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് എനിക്കറിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിന് നമ്മളും ധാരാളം ആൾക്കാരെ ചേർക്കുക. ചാലക്കുടിയിൽ നിന്നാണെങ്കിൽ ചാലക്കുടിയിൽ നിന്ന്, ആലത്തൂരിൽ നിന്നാണെങ്കിൽ ആലത്തൂരിൽ നിന്ന്, അല്ല തിരൂരിൽ നിന്നോ പൊന്നാനിയിൽ നിന്നോ ആണെങ്കിൽ അവിടെ നിന്ന്. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വോട്ട് ചെയ്താലല്ലേ സ്ഥാനാർത്ഥി ജയിക്കൂ. അപ്പോൾ ഇനി മേലിൽ ഈ രീതിയിലുള്ള പരിശ്രമവും മറ്റ് പാർട്ടിക്കാരും ചെയ്യുക എന്നല്ലാണ്ട് ഇപ്പോൾ ഓൾറെഡി വോട്ടർ പട്ടികയിൽ വന്ന ആളുകളുടെ പേര് വെട്ടാനൊന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കുകയില്ല. അപ്പോൾ ആ രീതിയിലുള്ളൊരു ശ്രമം സഖാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ, കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.